സ്വാഭാവികമായും ലുലു മാൾ വരുന്നതോടുകൂടി ഈ പ്രദേശങ്ങളിലാകെ ഗതാഗതക്കുരുക്കൊരു പ്രശ്നമായി ഭാവിയിൽ മാറും എന്ന കാര്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേവിടെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇത്തരം മാളുകൾ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയായി മാറുന്നു ലോകത്ത് എന്നുള്ളതാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറുന്നു എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇത്തരം മാളുകളിലേക്ക് വൈകുന്നേരം ഒരു സാധനം വാങ്ങാനില്ലെങ്കിലും ഒത്തുകൂടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകതരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിനമാണിന്ന്. ലുലു മാൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന ഒരു പൊതുസ്ഥിതി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ലുലു മാളിൻ്റെ എല്ലാമായ ശ്രീ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നല്ല നിലയിൽ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ വ്യായാമമൊക്കെ വളരെ ചിട്ടയായി നടത്തുന്നയാളാണ്. അദ്ദേഹം മാത്രമല്ല, മുൻനിരയിലിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പലരും ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എല്ലാ നിലയിലും വ്യായാമമൊക്കെ കൃത്യമായി ചെയ്യുന്നവരാണ്. ലുലു മോളിൻ്റെയും പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നല്ല എക്സസൈസ് ചെയ്തുകൊണ്ട്, നല്ല ഹോംവർക്ക് ചെയ്തുകൊണ്ട് ലുലു മാളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുണ്ട്. അതിനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഭാഗമായി ജോലി ലഭിക്കുന്നു, മറ്റ് സൗകര്യങ്ങളുണ്ടാകുന്നു. പൊതുവേ നമ്മളെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നൊരു പ്രശ്നമുണ്ട്. ലുലു മോൾ വന്നാലും ഇല്ലെങ്കിലും നാം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 885 മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. വാഹനപ്പെരുപ്പമാണെങ്കിൽ അതും ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സ്വാഭാവികമായും ലുലു മാൾ വരുന്നതോടുകൂടി ഈ പ്രദേശങ്ങളിലാകെ ഗതാഗതക്കുരുക്കൊരു പ്രശ്നമായി ഭാവിയിൽ മാറും എന്ന കാര്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേവിടെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോട് നഗരത്തിലെ 12 റോഡുകൾക്ക്, അതിൽ ഈ കല്ലുത്താങ്കടവ് മുതൽ ഇതിൻ്റെ മുമ്പിലൂടെ മീഞ്ചന്ത വരെ എത്തുന്ന 5 കിലോമീറ്റർ വരുന്ന റോഡ് ഉൾപ്പെടെയുള്ള 12 റോഡുകൾക്ക് സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ 1300 കോടി രൂപ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ച സന്തോഷപരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിത് ഇനി ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കന്മാർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 12 റോഡുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കഠിന ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു ജംഗ്ഷൻ മീഞ്ചന്ത ജംഗ്ഷനാണ്. മീഞ്ചന്ത ജംഗ്ഷനിൽ മീഞ്ചന്ത വട്ടക്കിണർ അരീക്കാട്, വട്ടക്കിണർ എന്നാരംഭിച്ച് മീഞ്ചന്തയിലൂടെ അരീക്കാട് ഇറങ്ങുന്ന മേൽപ്പാലം, അതുപോലെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് 225 കോടി അനുവദിച്ച് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി ആരംഭിച്ച സന്തോഷപൂർവ്വം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ഹോട്ടൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് സഹായമാണോ ലഭ്യമാകേണ്ടത്? കാരണം കുറേ പേർക്ക് ജോലി ലഭിക്കും, വലിയ വികസനം നാട്ടിലുണ്ടാകും. അതിനെന്താണോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നുള്ളതും പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. വളരെ സന്തോഷമാണ്. ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത
ഇത്തരം ആളുകൾ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയായി മാറുന്നു ലോകത്ത് എന്നുള്ളതാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറുന്നു എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇത്തരം ആളുകളിലേക്ക് വൈകുന്നേരം ഒരു സാധനം വാങ്ങാനില്ലെങ്കിലും ഒത്തുകൂടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ബീച്ചിൽ വരുന്നത് പോലെ, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നത് പോലെ സമയം ചെലവഴിക്കാൻ ഇത്തരം ആളുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതും പൊതുവേ കാണാവുന്ന ഒരു പ്രത്യേകതരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇത്തരം ആളുകൾ. ആ നിലയിൽ ഇത്തരം സംരംഭങ്ങൾ ഏറെ മുന്നോട്ട് പോകും. നല്ല നിലയിൽ എല്ലാവരുടെയും പിന്തുണയോടെ മുന്നോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആരോഗ്യത്തിന് വേണ്ടി നടത്തുന്ന ശ്രമം ലുലു മോൾ എന്ന സ്ഥാപനത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നടത്തുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. അത്തരം വ്യായാമ പ്രവർത്തനം ഇനിയും ശക്തിയുക്തം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.